ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ വല്ലാർപാടം ബസിലിക്ക പള്ളിയാണ്. ഇത് സ്ഥാപിച്ചത് AD 1524 പോർച്ചുഗീസുകാരാണ്. 1676 വെള്ളപ്പൊക്കത്തിൽ ഇത് തകർന്നു. പിന്നീട് കൊച്ചി രാജാവിൻ്റെ സഹായത്തോടെ പള്ളി പുനർനിർമ്മിച്ചു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് വല്ലാർപാടത്തമ്മ എന്നാണ് പരിശുദ്ധ മറിയത്തെ ഇവിടെ അറിയപ്പെടുന്നത്. വല്ലാർപാടത്തമ്മയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒന്നാണ് മീനാക്ഷി അമ്മയുടെ കഥ. നായർ കുടുംബാംഗമായ മീനാക്ഷി അമ്മയും മകനും കടലിൽ തോണിമറിഞ്ഞ് കാണാതാവുകയും 3 ദിവസങ്ങൾക്കു ശേഷം വല്ലാർപാടത്തമ്മയുടെ അനുഗ്രഹത്താൽ അവർ ജീവനോടെ രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പള്ളിയിലെ പെയിൻറ്റിങ്ങിൽ മീനാക്ഷിയമ്മയുടെയും മകൻ്റെയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളും ഇവിടെ കാണാം. ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് അടിമവയ്ക്കൽ. അത് ജാതി മതഭേദമന്യേ ഈ വഴിപാടുകൾ എല്ലാവരും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചടങ്ങാണ് ചൂലുവാരൽ. പള്ളിമുറ്റവും പരിസരവും ചൂലുകൊണ്ട് തൂത്തുവാരി വൃത്തിയാക്കുന്നതാണ് മറ്റൊരു ചടങ്ങ്. അതും ഇവിടുത്തെ ഒരു നേർച്ചയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് പേര് ചൂലെടുത്ത് ഇവിടെയൊക്കെ അടിച്ചു വരുന്നുണ്ട്. രോഗശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനുമായിട്ടാണ് വിശ്വാസികൾ ഇത് ചെയ്യുന്നത്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 മുതൽ 24 വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ. ലൊക്കേഷൻ വരുന്നത് വല്ലാർപാടം ദ്വീപ്, എറണാകുളം, കൊച്ചി. കൊച്ചി നഗരത്തിൽ നിന്നും ഗോശ്രീ പാലങ്ങൾ വഴി റോഡ് മാർഗം ഇവിടെ എത്താം. മറൈൻ ഡ്രൈവിൽ നിന്നും 10-15 മിനിറ്റ് മാത്രമേ ദൂരമുള്ളൂ. ഓക്കെ, ബൈ ബൈ.